കാര്യങ്ങൾ നമ്മൾ റെസ്റ്റ് കൊടുക്കണം. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ് പ്രസവരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ ഒന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും അവർ ടേക്ക് കെയർ ചെയ്തോളും. കുഞ്ഞിൻ്റെ കാര്യം ആയിക്കോട്ടെ, അമ്മയുടെ കാര്യം ആയിക്കോട്ടെ, സമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കേട്ടോ. നമ്മൾ ഇന്നലെ നൈറ്റല്ല, നമ്മൾ ഇന്നലെ 7 മണി സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അതെ അതുകൊണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് നമുക്കുള്ള എന്തൊരു പഴയ ഒരു തറവാട് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? റൂമിലൊക്കെ അങ്ങനെ പഴയ ആ ഒരു വീട് തറവാട് ആ ഒരു ഫീലാ. അതെ, ഹോസ്പിറ്റലാന്നുള്ളൊരു ഫീല്. നമ്മള് അത് തന്നെ ഒരു മൈൻഡ് റിലാക്സ്ഡാ. ഇന്നലെ ഫുൾ ആയിട്ട് എന്താണ്ട് രാത്രി ഇവിടെ ആയിരുന്നു. രാത്രി വന്നപ്പോ ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് അത് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ. വെൽക്കമിങ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് നേരെ അകത്തോട്ട് കയറാം. സ്വന്തം വീട് പോലെ വിളിക്കുന്നത്. അപ്പൊ നമ്മളെ റൂമൊന്ന് കയറി കണ്ടാലോ? വരുന്ന വഴിയിൽ അതെ, ഈ റിസപ്ഷന്റെ ഈ സൈഡിൽ തന്നെ ആണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. 102 നമ്മുടെ റൂം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രവീൺ മൃദുല കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടോട്ട് കയറാം. പൊളിക്കൂ നീ. ഇതാണ് നമ്മുടെ റൂം. 2 ബെഡ് ഉണ്ട്, പിന്നെ ഒരു സോഫയുണ്ട്, അലമാര, തൊട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ. AC ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇതിനകത്ത് കിടത്തിയിരുന്നു. പക്ഷെ സുഖമുണ്ട്. ഞാൻ ഇവിടെ കിടന്നിട്ട് കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് എനിക്ക് എടുക്കാനും എല്ലാം എളുപ്പമുണ്ട്. നിനക്ക് മസാജ് ഒന്നും ഇല്ല കേട്ടോ, നിനക്ക് ഉറക്കം. ഞങ്ങൾക്ക് മസാജ് ഉണ്ട്, പക്ഷെ 10 മണി കഴിഞ്ഞാ. കുഞ്ഞിനെയും കുളിപ്പിക്കൂല്ലേ? കുഞ്ഞിനെ കുളിപ്പിക്കും അവരെന്നെ. നമ്മളിനി ഒന്നും അറിയണ്ട. ഫുൾ ടേക്ക് കെയർ ചെയ്തോളൂ. തുണിയൊരു അവർ കഴിക്കണം. നിങ്ങൾ കമന്റ് ചെയ്യാറുണ്ട് ഞാൻ എവളെ കൊണ്ടൊരു ഡാൻസ് കളിപ്പിച്ചതിന് തന്നെ എനിക്ക് ഇഷ്ടംപോലെ തെറിവിളി കേട്ടോ. കളിപ്പിച്ചാലത് ഞാനാ പാട്ട് ഏട്ടാ ഈ റീൽസ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക, നമുക്കിത് കളിച്ചാലോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കളിപ്പിച്ചതാ. അതിനകത്ത് തെറിവിളി മൊത്തം കേട്ടത് എനിക്കാണ്. കാരണം അവളെ റെസ്റ്റ് എടുക്കണം. അപ്പൊ എനിക്കത് മനസ്സിലാവും നമുക്കത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഭയങ്കര ആവശ്യമാണ്. ആ കമന്റ്സ് ഞാൻ റീഡ് ചെയ്തായിരുന്നു. ഇവിടെ കുറച്ച് നമുക്ക് തുണിയൊക്കെ ഇടാനോ വേസ്റ്റ് ഒക്കെ ഇടാനോ ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്. അതിലെ മേൽക്കൂര കണ്ടില്ല, പഴയ മേൽക്കൂര തറവാട്ടി പോയിട്ടുണ്ടായിരുന്നു നീ. നമ്മള് വീഡിയോയില് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണക്കത്തെ ഒരു എന്തോ ഒരു ഉഡില് തീർത്തിരിക്കുന്ന ഒരു മേൽക്കൂര. ഇതിന് മച്ചെന്നാണോ പറയുന്നത്? അപ്പൊ ഇത് മച്ചല്ല, ഇതിനെന്ത് പറയുന്ന മേൽക്കൂര എന്ന് പറയാൻ? സീലിംഗ്. ഇതിന്റെ മുകളിൽ ഓടാണല്ലോ. രാവിലെ അവര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ട് തന്നു. അപ്പൊ അത് നമ്മൾ കഴിച്ചു. ചായ കുടിച്ചില്ലേ? പാല് രാവിലെ 6 മണിയായപ്പോ പാലും മുട്ടയും കൊണ്ട് തന്നു. അമ്മ എന്റെ ചെമ്പറിന് വേണ്ട വെച്ചിട്ട് കഴിയിട്ട് നമുക്ക് ശീലമില്ല. 6 മണിക്ക് കഴിച്ചു, ഇനി ശീലിച്ചേ പറ്റും. ഇനി ഇവിടെ ആകുമ്പം നേരത്തെ കണക്ക് മൃദുല വീട്ടിലാകുമ്പോ 9 മണിക്കൊക്കെ എണീക്കുന്നത്. കാരണം ഇവിടെ കുഞ്ഞിനെ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങുന്ന ആ ടൈമിലായിരിക്കും. പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. രാവിലെ കറക്റ്റ് ടൈം എണീറ്റേ പറ്റൂ. അവര് എണീപ്പിക്കും കേട്ടോ. റൂമിന് അടുത്തായോണ്ട് ഇങ്ങനെ വന്നിരുന്ന് ആടാനൊക്കെ കൊള്ളാം. ഞാൻ ഇന്ന് ഞാൻ ഏട്ടൻ കണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. രാത്രി ആകുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ നല്ല ഭംഗിയാ. ആ ബുദ്ധന്റെ അവിടെ ലൈറ്റ് ഒക്കെ ഇടുമ്പോ നല്ല ഭംഗിയാ കാണാനായിട്ട്. ഒരു വീട് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അകത്തൊക്കെ ഇങ്ങനത്തൊക്കെ സെറ്റ് ചെയ്യണം, സ്പേസ് വേണം. ഡോക്ടർ ഇപ്പം ഇവിടെ വരും. നമ്മളിവിടെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചില്ലായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയണ നിങ്ങളും ഉറപ്പായിട്ടും ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പ്രസവരക്ഷ എടുക്കുന്നത് വളരെ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പോയി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഇവര് തന്നെ അവിടെ വന്ന് വീട്ടിൽ വന്ന് ചെയ്തു തരും. ഈ ഭർത്താവിന് മസാജൊന്നുമില്ല, ഓൺലി റെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടോണ്ടിരുന്നാ മതി, മസാജ് ഇല്ല. മസാജ് വേണമെങ്കിൽ പാർലറിൽ കിടന്നോടിയത് മുഖത്ത് കാണാനും ഉണ്ട്. ഇതൊക്കെ ചെയ്തപ്പോഴും മുഖവും ചെള്ളയൊക്കെ ഒട്ടി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്, ഇത്രയും ഒട്ടി. ഇനി ഏട്ടനും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് എന്നോട് ഇച്ചിരി നന്നാവണം. അപ്പൊ ഹായ് ഡോക്ടർ, പേര്? പേര് തെറാപ്പി. അപ്പം നമ്മളിത് രാവിലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ പാല്, മുട്ട, ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്നായിരുന്നു. റൂമിൽ വന്ന് ബാക്കി കാര്യങ്ങളും മൃദുലയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ? എന്താണ്? ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓയിൽ മസാജാണ്. പുള്ളിക്കാരിയുടെ ബോഡിയും കണ്ടീഷൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ
മെയിൻ സ്റ്റെപ്പായിട്ടുള്ള ബാക്കിയെല്ലാം ഉണ്ട്. ഹെഡ് മസാജ്, ഹെയർ പാക്ക്, ഫേസ് മസാജ്, ഫേസ് പാക്ക്, സ്ട്രെച്ച് മാർക്ക് പാക്ക്, വേദുകുളി, വേദുപിടി, പിന്നെ വയറ് കെട്ടുക, അങ്ങനത്തെ ഉള്ള. കിഴിയുണ്ടോ ഇന്ന്? ഇന്ന് കിഴിയില്ല. നമ്മളിപ്പോൾ 21 ഡേയ്സ് പാക്കേജ് ഉണ്ട്. ഇപ്പോൾ 15ാമത്തെ ദിവസം ഓയിൽ മസാജും സ്റ്റീമും കഴിഞ്ഞിട്ട് 16ാമത്തെ ദിവസം മുതലാണ് നമ്മൾ കിഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 2-3 ദിവസം ഇത് കഴിഞ്ഞിട്ട് നല്ലോണം ബോഡി പെയിൻ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നോർമൽ ആയിക്കോളും. അതൊരു 3 ദിവസം ഒരു ക്ഷീണവും ബോഡി പെയിനും ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞു, അത്ര ഒരു ഇത് കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം നമുക്ക് നല്ലൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു നല്ലൊരു സുഖം വന്ന് തുടങ്ങും. രാത്രി കുഞ്ഞ് കരയത്തൊന്നുമില്ല, പക്ഷെ അവൻ ജസ്റ്റ് ഒന്ന് ഉണർന്നപ്പോഴേ ഞാൻ അറിയാം. അപ്പോഴേ ഞാൻ എടുത്ത് ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്യുന്നോണ്ട് കുടിച്ചോണ്ടിരുന്ന പിന്നെ കുടിച്ചോണ്ടേ ഇരിക്കും. അത് ഉറക്കത്തില്ല, ഉറങ്ങിക്കൊണ്ടായിരുന്നു കുടിക്കുന്നത്. കുടിക്കും നിർത്തും. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. നമ്മൾ ഇതൊക്കെ ഊരണോ? നിന്റെ ഡയമണ്ട് ഒക്കെ ഊരിക്കളാ, അതൊന്നും ഇവിടെ ശരിയാവത്തില്ല. നീ ഇവിടെ റെസ്റ്റ് എടുക്കാൻ പോകുക, ഇതൊന്നും പാടില്ല. സൂപ്പറായിട്ടുണ്ട് ലുക്ക്. അയ്യോ കേട്ടില്ല. ടിവിയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ട് നേരിട്ട് ഇതിനകത്തൊക്കെ കിടക്കുന്ന മസാജ് ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ട്. അടിച്ച എണ്ണത്തോണിയിലൊക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് എണ്ണത്തോണി. ഇനി ഫേസ് കഴിയുമ്പോ സെറ്റ് ആവുമല്ലേ? ഇവിടെ തന്തയ്ക്ക് വാക്കുമില്ല, പോകുമില്ല, ഒന്നുമില്ല. നോക്കിയാണ് ഇവിടുന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അമ്മയും കുഞ്ഞും സെറ്റായിരിക്കും. നേരത്തെ വേണമെങ്കിൽ ഫുഡ് കഴിച്ച് തന്നെ നന്നായിക്കോളും. ഇപ്പൊ ബോഡി ഫുൾ ഇപ്പൊ മസാജ് ചെയ്യുന്നുണ്ടോ? എല്ലാം ഒന്നിച്ചങ്ങ് വേണോ? അല്ല, ഞാൻ വയറ്റി കിട്ടിയതായിരിക്കും. ചേച്ചിക്ക് എത്തുന്നില്ല. മതിയോ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ടാവല്ലേ ഫേസ് മസാജിന്? ഈ എണ്ണയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്നില്ലേ? എന്ത് മുഖത്തൊക്കെ എനിക്ക് കാണാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് എന്റെ ഫേസ്? സൂപ്പറായിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് പോയി. വന്ന് കാലയിലൊരു പിടിയാപ്പിടെ അയ്യോന്ന് വിളിച്ച്. ബോഡിയൊക്കെ നല്ല ടൈറ്റ് ആണല്ലോ, ഉടച്ചെടുക്കാൻ പാടുപെടുമെന്ന്. കാലൊക്കെ പിടിച്ചിട്ട് നല്ല പറഞ്ഞു പതിയെ ഉടച്ചെടുത്താ മതി എന്ന് പറഞ്ഞു. സമയമുണ്ടല്ലോ. അതിൽ സ്റ്റീം ബാത്തൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഉപ്പുള്ള ഒരു നീരൊക്കെ പോയി ഇച്ചിരി സ്ലിം ആവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഒരു ആശ്വാസം. മൃദുല ഇത് കഴിയുമ്പോ അടിപൊളിയാവുന്ന പറയുന്നത്. നിങ്ങൾ കണ്ടോ? ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം മനസ്സിലാവും. ഈ കിടക്കുന്ന മൂഞ്ചി ഈ മൂഞ്ചേനായിരിക്കും. എന്നാലും നോക്കിയോക്കെ. എന്തുവായി? അയ്യോ, നീണ്ടൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഫുള്ള് ദേഹത്ത് ഫുള്ള് എണ്ണ തേച്ച് അത് കഴിഞ്ഞ് പാക്കിട്ട്, പിന്നെ വയറിൻ്റെ അവിടെ സ്ട്രെച്ച് മാർക്ക് പോകാനുള്ള പാക്കിട്ട്, പിന്നെ ആ സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് പാല് കൊടുക്കാൻ നല്ല ഉടച്ചെടുത്ത് മഞ്ഞള് സോപ്പ് ഇട്ടുകൂടാന്ന് പറഞ്ഞ് അത് കുറച്ചുകൂടെ ശരീരത്തിൽ പിടിക്കട്ടെന്ന്. ഇനി ഒന്ന് സുഖമായിട്ട് ഫുഡും കഴിച്ചിട്ടൊന്ന് ഉറങ്ങണം. നല്ല സുഖം ഉണ്ടായിരുന്നു. ഞാനവിടെ ചെറുക്കനെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. ചെറുക്കനാണെങ്കിൽ പാല് കുടിക്കാൻ നേരത്ത് കൈയെല്ലാം കൂടി ഇങ്ങനെ ഗ്ലൗസിനകത്ത് ഇങ്ങനെ ആക്കിയിട്ട് അവന് പ്രത്യേക സിംറ്റംസ് ഉണ്ട്. അങ്ങനെ വലുതായിട്ട് കരയത്തില്ല. കരഞ്ഞില്ല, വലുതായിട്ട് കരഞ്ഞൊന്നുമില്ല. ഇതെന്ത് സാധനം? എന്താ ഇത്? മൂന്നിട്ടോ, ഒരു മൂക്കി കൂടെ. മണ്ട എരിയുന്നു. ചിരിച്ചല്ല കളിയാക്കി, കണ്ണ് നിറഞ്ഞേട്ടന്റെ.
കഴിച്ചപ്പം ഇന്നത്തെ മൃദുലയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോഴേ ബോഡിയൊക്കെ നല്ലോണം ഇറക്കി വിടുമ്പോൾ ഷുഗർ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം മധുരമായിട്ടൊരു കാപ്പി കുടിക്കണം. കരിയൊക്കെ എഴുതിയപ്പോൾ വേറൊരു ലുക്കായി. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇങ്ങനെയൊക്കെ ചെയ്യണം സത്യത്തിൽ. കണ്ണൊക്കെ എഴുതി ഈ ഒരു ടൈം നമ്മൾ റെസ്റ്റ് ചെയ്ത് ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് വേറൊന്നും ചെയ്യാതെ വേറൊന്നിനെ പറ്റി ടെൻഷൻ അടിക്കാണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. അതെ, അവിടെ വീട്ടിലാകുമ്പോൾ എത്രയായാലും നമ്മൾ അടങ്ങിയിരിക്കത്തില്ല ഒരു സ്ഥലത്ത്. ഇപ്പം കുഞ്ഞിൻ്റെ ഇപ്പം ഡയപ്പർ മാറ്റാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ നേരത്തെ എത്രയായാലും പോയി നിൽക്കും. ഇത് ഇവിടെ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് ഫുള്ള് റെസ്റ്റ് കിട്ടും. കുഞ്ഞിന് ഫീഡ് ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ടേക്ക് കെയർ ചെയ്തോളും. മൃദുലയുടെ കാര്യങ്ങൾ ഫുള്ള് ടേക്ക് കെയർ ചെയ്തോളും. സമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർ കൊണ്ടുതരും. അപ്പം എന്തുകൊണ്ടും ബെറ്ററാണ് കേസ്. സാറിൻ്റെ ഇവിടെ ഒരാൾ പാൽ കുടിക്കാൻ വേണ്ടിയുള്ള കസർത്തായിരുന്നു. അമ്മ കുളിച്ചിട്ട് ഇപ്പം വരും. പാൽ കുടിക്കുമ്പോഴേ കയ്യൊക്കെ ഇങ്ങനെ ആക്കിയാൽ വാറൊക്കെ ചെയ്യുന്നത്. മൃദുല എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തിടാ അമ്മ എന്തി സങ്കടം. അമ്മയുടെ കുളി കഴിഞ്ഞ് ഇനി അടുത്ത കുഞ്ഞിന്റെ കുളി. ബലം പിടിക്കുന്ന എക്സസൈസ് ഒക്കെ ചെയ്യട്ടെ. എക്സസൈസ് ഒക്കെ ചെയ്യടേ. സഹകരിക്കുന്നില്ല പുള്ളി, താല്പര്യമില്ല എനിക്ക്. മൃദുലതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ. അപ്പം ഗ്രീൻ പീസ് അറിയാം, കുറുക്ക് ഇലക്കുറുക്ക് കൊള്ളാം. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് കൊള്ളാം. ചെറുക്കനെ കുളിപ്പിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരയും, തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര കരച്ചില്ല. ഞാൻ അവിടെ തുടക്കുന്ന കേട്ടാണ്. ലഞ്ചിനുള്ള ടൈമായി. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ്, രസം, ഇതെന്തോ ഇലത്തോരൻ, ചിക്കൻ കറി, ഇത് പച്ചടിയാന്ന് തോന്നുന്നു കേട്ടോ. അത് കറിക്കാതെ നല്ല കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ. മോളിൽ കാണാം. മതി മതി, എനിക്കത് മതി. താങ്ക് യു. കറക്റ്റാ. ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ഇത് യാരിത് തല മാത്രമേ ഉള്ളൂ, പറ്റില്ല സിനിമക്കകത്ത് കാണിക്കുന്ന പോലെ. ഇതെന്ത് സംഭവം തന്നെ? അലമാര. അതാ കുക്കറിൽ നിന്ന് ആവി വരണം. ആവി ഇതിനകത്ത് കേട്ടിട്ട് എന്റെ ദേഹം വിയർക്കുന്നിടം വരെ എന്നെ തിരിക്കണം. ഒരു 15-20 മിനിറ്റ് പുഴുങ്ങിയെടുക്കട്ടെ. പുഴുങ്ങിയെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം എങ്ങനെ നേരെ കയറിയിട്ടില്ല. അപ്പം എത്ര ദിവസമായി നമ്മളിവിടെ വന്നിട്ട്? 13 ദിവസം. 13 ദിവസം പെട്ടെന്ന് പോയില്ലേ. അപ്പൊ ഇന്നത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതേ ഒന്ന് ഉറങ്ങി മയങ്ങി അതേ ഇറങ്ങി ഇങ്ങനെ വെളിയിലോട്ട് വന്നു. മൃദുല ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടും രാവിലെ മാത്രമേ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ വലിയ പാടാ. ഇല്ല, ഞാൻ ഇന്നലത്തെ ദിവസം വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇന്നാ ഒന്ന് ഇറങ്ങാൻ പോകുന്നത്. സത്യം പറയാലോ, നമ്മള് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ ഫീൽ അങ്ങനൊന്നുമില്ല നമുക്ക്. നമ്മുടെ ഒരു വീട് ഹോംലി ഒരു ഫീലാണ് നമുക്ക്. ഹോംലി ഫുഡും. അതെ, ഹോംലി ഫുഡും അല്ല റൂം ആയാലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയാലും അതുപോലെ എല്ലാത്തിനും എപ്പോഴും ചുറ്റും ആളുണ്ട്. എന്തോതിനായാലും കൂടെ അവർ വന്ന് ചോദിക്കും എന്തെങ്കിലും വേണോ, ഫുഡൊക്കെ വേണോ, എല്ലാം വന്ന് ചോദിക്കും. എന്നാലും അത്യാവശ്യമൊക്കെ എന്നാലും പെട്ടെന്ന് വരും. അതുപോലെ കുഞ്ഞിനെ ആയാലും കുഞ്ഞെന്ന് കരഞ്ഞാൽ അവരെടുത്തോണ്ടങ്ങ് നടന്നോളും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഇല്ലാത്ത ഗേള് മൃദുലയായിരുന്നു. സാധാരണ പ്രഗ്നന്റ് വുമൺസ് എല്ലാവരും ഭയങ്കര റെസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മളെ വീട് നോക്കാൻ പോകണമുള്ളതുകൊണ്ടും ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകണമല്ലോ. കാരണം വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകാൻ നേരത്തെ ഞാൻ മാത്രം പോയി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവിടെ എല്ലാ കാര്യങ്ങളും മൃദുലയും കൂടി ഒന്ന് നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൃദുലയ്ക്ക് പലപ്പോഴും ഇവിടുന്ന് ചാടേണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇവിടുന്ന് ഇന്നലെ നമ്മളിങ്ങനെ പോവാൻ നേരത്തെ പറഞ്ഞ് ലാസ്റ്റ് പോക്കാണ്. ഇനി ഇവിടെ അടുത്ത് വരെ പോയി, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയി.
അപ്പോൾ നമ്മൾ 21 ദിവസത്തെ പാക്കേജ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്നിപ്പോൾ എത്ര ദിവസമായി മുതലേ? 13 ദിവസം. 13 ദിവസമായിട്ടുണ്ട്. അപ്പം അതെ, ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. തെറാപ്പിസ്റ്റ് ഉണ്ട്, നമ്മുടെ ഡോക്ടർ. എൻ്റെ തെറാപ്പിസ്റ്റ് ഇതാണ്ട് അനഘ. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഞാനല്ല പറയേണ്ടത്, മൃദുലയാണ് പറയേണ്ടത്. എങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ? അടിപൊളിയായിരുന്നു. ഇനിയാണ് കിഴിയൊക്കെ വരുന്നതെന്ന് പറയുന്നത്. ഇനി അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഉള്ള തടവൊക്കെ എല്ലാം പക്ക ഓക്കെ. അപ്പോൾ നമ്മളെ ലൊക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എവിടെയാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ റിലീഫ് കിട്ടുന്ന ഒരു സംഭവമാണ് വ്ളോഗ് ചെയ്യുക, ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതും കുറച്ച് കുറവാണ്, സമയത്തൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല മെലിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. എനിക്ക് ഏതാണ്ട് 68 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഷുഗർ കട്ടൊക്കെ ചെയ്ത സമയത്ത് ഞാൻ 65 അപ്പം ഞാൻ ഡെയിലി വന്ന് വെയിറ്റ് നോക്കാറുണ്ട്. അപ്പം ഇന്നലത്തെ വെയിറ്റ് 62 61 കേട്ടോ. മീനൊന്നും കൊണ്ടുവന്നില്ല. മീനൊന്നും ഇല്ലാതെ മീനില്ലല്ലേ? മീനൊന്നുമില്ല. പഴങ്കഞ്ഞി, ചമ്മന്തി, മുളക്, അത്രേ ഉള്ളൂ. കൊള്ളാം. പക്ഷെ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. മീൻ പൊരിച്ചില്ല, കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ നരച്ച് അതൊക്കെ ഡൈ അടി. അതുകൊണ്ട് പോയിട്ട് വരട്ടെ. ഇപ്പൊ കഴിച്ചിന് അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. ആ വണ്ടിയുടെ കീഞ്ഞെടുത്ത് കുറച്ച് നേരം അച്ഛൻ്റെ അടുത്തോട്ട് പോയിരിക്കാം. ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാന്തോ. ഞാൻ ഇന്നലെയും പോയായിരുന്നു. പറ്റുവാണെങ്കിൽ ഇന്ന് JCB ഓടിക്കുകയും കൂടെ ചെയ്യാം. അതുകൊണ്ട് 1.5 വർഷമായിരുന്നു JCB ഓടിച്ചിട്ട്. മറന്നുപോയാന്തോ. എന്തായാലും പോയിട്ട്. ബൈ ദ ബൈ ഗൈസ്, നമ്മുടെ മറ്റേ ബലേനല്ല, ഇത് എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയാട്ടോ. പക്ഷെ കാണുമ്പോൾ പെട്ടെന്ന് ഒരേ കണക്ക് തോന്നും. ഇത് പക്ഷേ പഴയ മോഡലാ. ലെറ്റ്സ് ഗോ. പോട്ടാ ടാറ്റ. അച്ഛന്റെ അടുത്ത് എത്തി ഗൈസ്. ഇവിടെ പണിയില്ലല്ലേ? ഇതാണോ പണി? പമ്പിലാണ് കേട്ടാ, പെട്രോൾ പമ്പിലാണ്. വേറെ പണിയില്ലല്ലേ? പക്ഷേ ഇനി കുറച്ച് ടഫായിട്ടുള്ള ജോലി വേണം, എന്നാലേ ചെയ്യൊരു രസമുള്ളൂ. കൊറേ നാളായിട്ടോ JCB മേടിച്ചിട്ട്. ഈ സീറ്റൊക്കെ പോയല്ലേ, മൊത്തം പൊത്ത്. പഴയ വണ്ടി കേട്ടോ. ഈ വണ്ടി എടുത്തിട്ട് എത്ര നാളായച്ചാ? 14 വർഷമായി കേട്ടോ. ഇപ്പൊ രണ്ട് ഇവിടൊക്കെ ഫുള്ള് തുരുമ്പൊക്കെ ആയി. ഫാനൊക്കെ നോക്കിയേ. അയ്യോ താഴെ പോയി. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കണ്ടക്കി സ്റ്റാർട്ടായി. മറന്നില്ല. ബാക്കിലോട്ട് ഇടാല്ലേ? എല്ലാം വർക്കിംഗ് ഒക്കെ കേട്ടോ. ഇത് റിവേഴ്സ് ഗിയർ ആണ് കേട്ടോ ഇതിന്റെ. ഇത് ഫോർവേഡ് വീണില്ലല്ലോ. ഫോർവേഡ് വീണ്. AC അല്ലാത്തോണ്ടേ ഭയങ്കര ചൂട്. ചൂടാട്ടോ. ജോലിയൊക്കെ ചെയ്തേ ഇച്ചിരി പണിയുണ്ട്. ആ തുമ്പിക്കൈ കൊണ്ടാണ്. തുമ്പിക്കൈ അങ്ങോട്ട് പോകാൻ കേട്ടേ. ചിക്കി മാന്തി കളിക്കാം.
ഓടിക്കാനുള്ള സാധനം കേട്ടോ ഇത്. ഇതിനകത്ത് ഒരുപാട് പേര് ഇരിക്കാൻ പറ്റൂല കേട്ടോ, ഭയങ്കര ചൂടാ. കുറച്ച് ഓടിച്ചു കേട്ടോ, അത്രയും മതി. ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഓടിച്ച വണ്ടി പൊളിയും. ഇവിടെ ഒരു ബസ് കിടന്നു കേട്ടോ. അച്ഛൻ ബസ്സിനകത്ത് കയറിയിട്ട് എന്തൊക്കെയോ കാണിക്കുക. എനിക്ക് ഹെവി ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഓടിക്കുന്നില്ല. ഞാൻ ഇതുവരെ ബസ് ഓടിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് വലിയ വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് വേണ്ട. ആ ഓടിക്ക്, എടുക്ക്. ഡോറൊക്കെ തുറന്നു നടക്കുവാട്ടോ, ഇത് അടയത്തില്ലേ. വലിയ ബ്രേക്ക് കിട്ടി ഞാൻ ഇതുവഴി അങ്ങ് താഴെ പോകും. എന്തൊരു വീട്ടിലെ സ്വിച്ച് ഒക്കെ ഇട്ടേക്കും നോക്ക്, മുത്തു സ്വിച്ച്. പാട്ടിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെന്ത് പക്ഷെ കൊള്ളാല്ലേ ഇതിന്റെ ഫ്രണ്ട് ഇരിക്കാൻ. ഇവിടൊക്കെ ഇരിക്കാൻ പറ്റുമല്ലേ, ഫുള്ള് സെറ്റപ്പ് ആട്ടോ. ഇതിന് എത്ര ഗിയർ ഉണ്ടച്ചാ? 5 ഉള്ളോ? ഒരു 7-8 വേണം. വലിയ വണ്ടിയായി. എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു, അല്ലേ ഞാൻ തകർത്തേനെ കേട്ടോ. ലൈസൻസ് ഇല്ലാതെ അച്ഛന്റെ ഭാഗ്യം. ഈ മാമന്റെ വണ്ടിയാട്ടോ. വേറെ ബസ് ഉണ്ടോ? ഈ ഒരു ബസ്സല്ലേ? മാമനും ഞാനും ഒക്കെ ഒരേ ലെവലിൽ കഷ്ടപ്പെട്ടു വന്നവരാ. മാമനും കണക്ക് ഒന്നുമില്ലാതെ വണ്ടിയൊക്കെ എടുത്ത് പാറയും ചുമന്ന് വണ്ടിപ്പണിയെടുത്ത് ബസ്സൊക്കെ ഉണ്ട്, JCB ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊ വീട്ടിലോട്ട് പോവാം. ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഏതായാലും കേസ് ഇപ്പൊ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോയിട്ട് അമ്മ നല്ല മീൻകറിയും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. വീട്ടിലെത്തിയ സുഹൃത്തുക്കളെ എന്തിരിക്കുന്നു? അവിയലാ. ഇനി ഒന്ന് പോയി മുടിയൊക്കെ ഒന്ന് വെട്ടണം. നാളെ പോയി വെട്ടാം. ഇന്ന് ചൊവ്വാഴ്ച തോന്നുന്നു. അല്ല, സാധാരണ ഞാൻ മുടി വെട്ടുന്ന ആലോചിക്കുന്ന ചൊവ്വാഴ്ചയാ. ഇന്ന് ബുധനാഴ്ച കണ്ടില്ലേ? JCB ഓടിച്ച് കൊറേ നാളായില്ലേ JCB ഒക്കെ ഓടിച്ച് മറന്നൊന്നുമില്ല, ഓർമ്മയൊക്കെ ഉണ്ട്. പഠിച്ചതൊന്നും മറന്നിട്ടില്ല എന്തായാലും. അവിയലും കൂടെ വെച്ച് ചോറ് നമുക്ക് മൊത്തത്തിൽ ഒരു മ്ലാനതയായിരുന്നു. ഞാൻ ഇനി കുറച്ചു നേരം പോയി പുസ്തകം വായിക്കാം. എനിക്ക് പുതിയ പുതിയ ശീലങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നല്ലൊരു ഐഡിയ ഇല്ലേ? അമ്മ പറഞ്ഞു തന്നതാ ഈ പുസ്തകമൊക്കെ വായിക്കണമെന്ന് പറഞ്ഞു. വായിക്കുമ്പോ നമുക്ക് ഉറക്കം വരും. കൊച്ചു മെയിൻ ഉറക്കം ഇല്ലെങ്കിൽ മെയിനായിട്ട് കുറച്ച് ഓവർ തിങ്കിങ് കൂടുതലാ. അപ്പോഴത്തേന് നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പുസ്തകം വായന തുടങ്ങി. ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിച്ച് ഇരുന്നങ്ങ് ഉറങ്ങും, കിടന്നുറങ്ങും. രാത്രി